KSU മുഖ്യമന്ത്രി തർക്കത്തിൽ പരസ്യ പ്രതികരണവും പ്രതിഷേധവും വേണ്ടെന്ന് KPCC നേതൃത്വം. വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം പാടില്ലെന്നും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറയേണ്ടത് പാർട്ടി വേദിയിൽ മാത്രമാണെന്നും KPCC ഇറക്കിയ കുറിപ്പിൽ പറയുന്നു. സമൂഹ മാധ്യമത്തിലൂടെ ചേരിതിരിഞ്ഞുള്ള അഭിപ്രായ പ്രകടനം നടത്തരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി. ബിനോയ്, നമുക്കറിയാം കുറച്ച് ദിവസങ്ങളിലായി ഈ ഒരു KSU മുഖ്യമന്ത്രി തർക്കം വളരെയധികം ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലരും പക്ഷം ചേർന്ന് ഉള്ള പ്രതികരണങ്ങളടക്കം നമ്മൾ കാണുകയുണ്ടായി. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു പരസ്യമായ ഒരു പ്രതികരണവും അതോടൊപ്പം തന്നെ പ്രതിഷേധവും സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അടക്കം ഈ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് ഇപ്പോൾ KPCC നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഈ KSUവിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുമൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ആരോപണങ്ങളും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം. ഒരു പക്ഷേ ഇത് ഭരണപരമായ കാര്യങ്ങളെപ്പോലും ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് KPCC ഇപ്പോൾ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. വിലക്ക് തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണം. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കെതിരെയോ പാർട്ടി നേതാക്കന്മാർക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ യാതൊരു കാരണവശാലും പ്രതികരണങ്ങൾ പാടില്ല എന്ന തരത്തിൽ തന്നെ പറയുന്നു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഇറക്കിയ കുറിപ്പിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്. ഇത് മാത്രവുമല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന എന്തെങ്കിലും കാരണങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നേരിട്ട് ആർക്കെതിരെയാണോ അവരുമായി സംസാരിച്ച് അല്ലെങ്കിൽ KPCCയുമായി ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിനപ്പുറത്തേക്ക് പരസ്യമായ വേദികളിൽ ഈ വിഷയങ്ങളെക്കുറിച്ചോ ഉള്ള ചർച്ചകൾ ഒഴിവാക്കണം. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് നിർത്തണം എന്നുള്ളതാണ് ഈ പ്രധാന ആവശ്യങ്ങളായി വന്നിരിക്കുന്നത്. ഇത് പാർട്ടിയുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്ന് പറയുന്നു. ഒപ്പം തന്നെ അഭിപ്രായ വ്യത്യാസം, ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടി വേദികളിലാണ് പറയേണ്ടത്. അതല്ലാതെ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്ന രീതി നിർത്തണം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമത്തിൻ്റെ അല്ലെങ്കിൽ KPCC മാധ്യമ വിഭാഗത്തിലുള്ള ചില നേതാക്കന്മാർ, അതായത് കോൺഗ്രസ് നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്ക് എതിരെ പരോക്ഷമായ ചില നീക്കങ്ങൾ അവർ നടത്തിയിരുന്നു വാർത്തകളിലൂടെയൊക്കെ തന്നെ. അത് പാർട്ടിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ദോഷം ചെയ്യുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു എന്നാണ് KPCCയുടെ മൊത്തത്തിലുള്ള വിലയിരുത്തൽ. ഒപ്പം ഈ KSU മുഖ്യമന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. KPCC ഇടപെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ KSU നേതാക്കന്മാരുമായിട്ടുള്ള ചർച്ച ഉടൻ തന്നെ നടക്കും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ഗവൺമെൻറ് പീഡന നിയമനവുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്ന പ്രശ്നങ്ങളാണ് വലിയ തരത്തിൽ വിവാദങ്ങളായി മാറപ്പെട്ടത്. അത് പിന്നീട് പരസ്യ ചർച്ചകളായി മാറപ്പെട്ടു. KPCCയുടെ മാധ്യമ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ ഇതിൽ ഇടപെടുകയും അവർ മുഖ്യമന്ത്രിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത് പാർട്ടിക്ക് തന്നെ അല്ലെങ്കിൽ പാർട്ടിക്കകത്തുള്ള മുതിർന്ന നേതാക്കന്മാർ തന്നെ അതൊരു വിഷയമായി എടുക്കുകയും അത് ഒഴിവാക്കണം എന്ന നിർദ്ദേശം തന്നെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതല കൂടിയുള്ള KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തന്നെ ഒരു കൃത്യമായ ഒരു നിർദ്ദേശം എല്ലാ മാധ്യമ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ഒപ്പം നേതാക്കന്മാർക്കും നൽകിയിട്ടുള്ളത്. അതായത് കഴിവതും പരസ്യ പ്രതികരണം, അതായത് പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്കെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് പാർട്ടി ഫോറത്തിനകത്ത് തന്നെ പറഞ്ഞ് നിർത്തണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം, അത് ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നൊരു നിർദ്ദേശം ഈ സർക്കിളിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായി KSUവും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഒപ്പം തന്നെ KSU നേതാവായ അലോഷി സേവ്യറിനെ എറണാകുളം SH കോളേജിൽ വെച്ച് മുഖ്യമന്ത്രി കാണാതെ പോയി, അല്ലെങ്കിൽ കണ്ടിട്ട് കാണാത്ത തരത്തിൽ മുന്നോട്ട് പോയി. ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ ചർച്ചയാക്കി അത് മാധ്യമ ചർച്ചയായി മാറപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഒരു പരസ്യ ചർച്ചയാക്കി മാറ്റാൻ പാടില്ല. പകരം അത് പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞ് ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി അടങ്ങുന്നതാണ് ഈ സർക്കുലർ. കഴിഞ്ഞ ദിവസമാണ് സർക്കുലർ പുറത്തിറങ്ങിയത്. എന്തായാലും ഇതിനിടയിൽ KPCC ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു. KSU നേതാക്കന്മാർക്ക് പറയാനുള്ള കാര്യങ്ങൾ KPCC കേൾക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയും KSU നേതാക്കന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ഒരുക്കും എന്നുള്ളതും തീരുമാനമായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും KSUവിനുണ്ടായിരുന്ന അവരുടെ പരാതി ഈ ലോ കോളേജിൽ, അതായത് തിരുവനന്തപുരം ലോ കോളേജുമായി ബന്ധപ്പെട്ട് അവരുടെ KSUവിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ഒരു പ്രവർത്തനം SFIയുടെ ഭാഗത്തുണ്ടായിരുന്നു. അന്ന് പാർട്ടിയുടെ അല്ലെങ്കിൽ SFIയുടെ നേതൃനിരയിലുണ്ടായിരുന്ന ആളുകൾക്ക് കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ഗവൺമെൻറ് ലീഡറായിട്ട് നിയമനം നൽകി എന്നുള്ളതായിരുന്നു KSUവിൻ്റെ ഏറ്റവും വലിയ പരാതി. ഈ KSU നേതാവായ അലോഷി സേവ്യർ തന്നെ അത് സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം
പ്രതിഷേധത്തിന് മർദ്ദനമേറ്റ് കിടക്കുന്ന പാടുകളും അടികൊണ്ട് തലപൊട്ടിയ ചിത്രങ്ങളുമൊക്കെ പുറത്ത് വിട്ടുകൊണ്ട് ഒരു സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരാതി എന്ന രൂപേണ തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് പിന്നീട് അത് വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിന് കൃത്യമായി വിലക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം KPCC നേതൃനിരയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. എങ്കിൽ തന്നെയും KPCC ഈ KSUവിൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും മുഖ്യമന്ത്രിയും KSU നേതാക്കന്മാരുമായുള്ള ചർച്ച ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ശരി, ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.